ജെഫ്രി എപ്സ്റ്റീൻ. ആ പേര് പോലെ തന്നെ ഇരുണ്ടതാണ് അയാളുടെ ലോകവും. ഓരോ ദിവസവും പുറത്തുവരുന്ന ആ എപ്സ്റ്റീൻ ഫയലുകൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഇമെയിലുകളിൽ എപ്സ്റ്റീൻ ഒരു മരുന്നിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സ്കോപോളമിൻ. ഇതിനെ ലോകം വിളിക്കുന്നത് ചെകുത്താന്റെ ശ്വാസം അല്ലെങ്കിൽ ഡെവിൾസ് ബ്രീത്ത് എന്നാണ്. ട്രംപറ്റ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ചെടിയിൽ നിന്നാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നത്. ഇതൊരു സാധാരണ ലഹരിയല്ല. ഉള്ളിൽ ചെന്നാൽ പിന്നെ മനുഷ്യൻ സ്വന്തം നിയന്ത്രണത്തിലാവില്ല. അവർക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരാൾ പറയുന്നത് വെറുമൊരു പാവയെ പോലെ അനുസരിക്കും. ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സോംബി ഡ്രഗ് എന്നും വിളിക്കാറുണ്ട്. തന്റെ ഇരകളെ കീഴ്പ്പെടുത്താൻ എപ്സ്റ്റീൻ ഈ വിഷമാണോ ഉപയോഗിച്ചിരുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുത്തുന്നത്. കാണാൻ അതീവ സുന്ദരിയാണ് ഈ ട്രംപറ്റ് പ്ലാന്റ്സ്. താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വലിയ കോളാമ്പികൾ പോലെയാണ് ഇതിന്റെ പൂക്കൾ. മഞ്ഞയും വെളുപ്പും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ കാണുമ്പോൾ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പക്ഷേ ഇതിന്റെ വേരു മുതൽ പൂവ് വരെ കൊടും വിഷമാണ് എന്നതാണ് സത്യം. ഇനി ഇതിലെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ വശം എന്താണെന്നാൽ, ഈ ചെടിയെ നമുക്ക് പണ്ടേ അറിയാം. നമ്മൾ ഇതിനെ ഉമ്മത്തം എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയിൽ ഇതിനെ ചെകുത്താന്റെ ശ്വാസം എന്ന് വിളിക്കുമ്പോൾ വിശ്വാസപ്രകാരം ഭാരതത്തിൽ ഇത് സാക്ഷാൽ പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂവ്. ഈ പൂവിനെ കുറിച്ച് നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന കാളകൂട വിഷം ലോകത്തെ രക്ഷിക്കാൻ ശിവൻ പാനം ചെയ്തു. ആ വിഷം തന്റെ തൊണ്ടയിൽ കുടുക്കിയ ഭഗവാന് വിഷാംശമുള്ള ഈ ചെടി പ്രിയപ്പെട്ടതായി മാറി. ഏത് കഠിനമായ സാഹചര്യത്തിലും വളരുന്ന ഉള്ളിൽ വിഷം പേറുന്ന ഉമ്മത്തം ഭഗവാന്റെ വൈരാഗ്യത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ശിവരാത്രി നാളുകളിൽ ഭഗവാനെ ഏറ്റവും പ്രധാനമായി അർപ്പിക്കുന്നതും ഈ പൂവ് തന്നെ. ഒരേ തരം പൂക്കൾ അത് ഉപയോഗിക്കുന്നവന്റെ മനസ്സ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഫലവും മാറുന്നു. ഒരാൾക്കത് മറ്റുള്ളവരെ ചതിക്കാനും കീഴ്പ്പെടുത്താനുമുള്ള വിഷമായപ്പോൾ മറ്റൊരു സംസ്കാരത്തിൽ അത് സമർപ്പണത്തിന്റെയും ഭക്തിയുടെയും അടയാളമായി. പ്രകൃതി എപ്പോഴും നിഷ്കളങ്കമാണ്. അത് വിഷമാക്കുന്നതും പുണ്യമാക്കുന്നതും നമ്മൾ മനുഷ്യരാണ്.